ഡിസംബർ 1-നാണ് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ഏകാദശി നമുക്ക് 3 രീതിയിൽ എടുക്കാം. ഒന്നുകിൽ ഒന്നും കഴിക്കാതെ എടുക്കാം, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സും വെള്ളവും കഴിച്ചുകൊണ്ട് എടുക്കാം. ഇനി ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് മെഡിസിനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധാന്യങ്ങൾ കഴിച്ചുകൊണ്ട് എടുക്കാം. ധാന്യങ്ങൾ പൊതുവേ ഏകാദശിക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചില ആൾക്ക് ഇപ്പം ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കഴിക്കുമ്പം ചിലപ്പം ബോഡിക്ക് താങ്ങാൻ പറ്റണമെന്നില്ല, മെഡിസിനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ധാന്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ഭഗവാന് വേണ്ടി അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഭഗവാൻ നമ്മളോട് ക്ഷമിച്ചോളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ധാന്യങ്ങൾ കഴിക്കാം. 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി എടുക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി. അപ്പോൾ നാളെയാണ് ദശമി ദിവസം വരുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ ഒരിക്കൽ എടുക്കുകയാണ് വേണ്ടത്. അതായത് ഒരു നേരം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി നേരം ഒന്നുകിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പറ്റാത്തവരാണെങ്കിൽ ധാന്യങ്ങളോ കഴിക്കാം. പിറ്റേ ദിവസം നമുക്ക് ഏകാദശി ദിവസം നമുക്ക് ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി ചൂസ് ചെയ്യാം. പിന്നെ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഏകാദശി വ്രതം മുറിക്കേണ്ടത്, അതായത് ദ്വാദശി ദിവസങ്ങളിൽ. ആ ദിവസത്തെ പാരണ സമയം എന്നത് 6:56 AM to 9:04 അപ്പോൾ ഇതുവരെ ഏകാദശി എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്രാവശ്യമെങ്കിലും ഏകാദശി എടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി ദിവസം. അതായത് അർജുനനെ ഭഗവാൻ ഗീത ഉപദേശിച്ചത് ഈ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ പ്രതിഷ്ഠ നടന്നതും പിന്നെ ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ അടുക്കലേക്ക് പോയതൊക്കെ ഈ ഒരു ദിവസമാണ്. ഇത് മാത്രമല്ല കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഈ ദിവസം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.